എന്താണ് ഫൈനാൻഷ്യൽ ഫ്രീഡം? അത് എങ്ങനെ നേടാം? നിങ്ങൾ ഒരു വസ്ത്രം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നിങ്ങൾ തിരഞ്ഞെടുത്തു. പക്ഷേ അതിന്റെ വില നോക്കുന്ന സമയത്ത് അത് നമുക്ക് താങ്ങാൻ പറ്റുന്ന വിലയല്ല. തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി വളരെ നിരാശയോടുകൂടി അതവിടെ വെച്ചിട്ട് അത്ര നമുക്കിഷ്ടമല്ലാത്ത മറ്റൊരു വസ്ത്രം വാങ്ങി അവിടെ നിന്നിറങ്ങുന്നു. ഇത് കേവലം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന അനുഭവമല്ല. നമ്മൾ ഒരു വീട് വാങ്ങുമ്പോഴും അല്ലെങ്കിൽ വീട് വെക്കുമ്പോഴും ഒരു കാറ് വാങ്ങുമ്പോഴും യാത്രകൾ പോകുമ്പോഴും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ നാം പലപ്പോഴും നമ്മളുടെ ഇഷ്ടങ്ങളെ അവിടെ കുഴിച്ചു മൂടാറുണ്ട്. നമ്മുടെ സാമ്പത്തികം അനുവദിക്കാത്തത് കൊണ്ടാണ്. എന്താണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് ചോദിച്ചാൽ, രണ്ട് തരത്തിലാണ് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഒന്ന് ആക്റ്റീവ് ഇൻകം, മറ്റൊന്ന് പാസീവ് ഇൻകം. നാം ആക്റ്റീവ് ഇൻകത്തിലൂടെ മാത്രമാണ് കടന്നു പോകുന്നതെങ്കിൽ നമുക്കൊരിക്കലും ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുകയില്ല. അതായത് നാം ചെയ്യുന്ന ജോലിയിലൂടെ അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ നാം ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തിയിലൂടെ നമുക്ക് നേരിട്ട് വരുമാനം കിട്ടുന്നതാണ് ആക്റ്റീവ് ഇൻകം. നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകളും ആ ഒരു ഇൻകം കൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാത്തത്. പാസീവ് ഇൻകം അനുഭവിക്കുന്നത് വലിയ വലിയ ബിസിനസ് നടത്തുന്ന വ്യക്തികളാണ്. അവർ ആ ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത് അവരുടെ മാത്രം കഴിവിലല്ല. അവരുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് മുതൽ അതിന് വില നിശ്ചയിക്കുന്നത് മുതൽ അത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് വരെ വിവിധ തസ്തികകളിൽ വിവിധ ആളുകൾ ജോലി ചെയ്യുകയാണ്. അവര് ഒരു മാസമോ 2 മാസമോ 1 വർഷമോ ആ ഒരു ഷോപ്പിലേക്ക് പോയില്ലെങ്കിൽ പോലും ആ ബിസിനസ് കൃത്യമായി നടക്കും. അതിന് അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, ഒരു പദ്ധതിയുണ്ട്, അതിന് പിന്നിൽ ആളുകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾ നേരിട്ടല്ലാതെ നിങ്ങൾ ധനം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ, പാസീവ് ഇൻകം നിങ്ങൾക്കുണ്ടെങ്കിൽ, തീർച്ചയായും അത് ഫൈനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതായത് നിങ്ങൾക്കൊരു മാസം 50,000 രൂപ ചിലവുണ്ടെന്ന് കരുതുക. നിങ്ങളുടെ ജീവിത ചെലവ്, നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിത ചെലവ് ഒരു 50,000 രൂപ ചിലവ് വരുന്ന ഒരു ഫാമിലിയാണെന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ ആർജിച്ച സ്വത്തിൽ നിന്നും നിങ്ങൾക്ക് 1 ലക്ഷമോ 1.5 ലക്ഷമോ രൂപ കിട്ടാനുണ്ടെങ്കിൽ, എല്ലാ മാസവും കിട്ടാനുണ്ടെങ്കിൽ, നിങ്ങൾ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലാണ്. നിങ്ങളുടെ എല്ലാ മാസത്തെ ചെലവും നിങ്ങൾ ഒരു പണിക്കും പോയില്ലെങ്കിലും കൃത്യമായിട്ട് നടക്കും. അത് നടക്കുമ്പോൾ തന്നെ വീണ്ടും നിങ്ങൾക്ക് സമ്പാദ്യം ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ ചെലവിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ വരവ്, നിങ്ങൾ ജോലി ചെയ്യാതിരിക്കുമ്പോഴും. അങ്ങനെയുള്ള വ്യക്തിക്ക് തീർച്ചയായിട്ടും പണം ചെലവഴിക്കുന്ന സമയത്ത് പണത്തിന്റെ ഒരു ദൗർലഭ്യം അനുഭവപ്പെടുകയില്ല. അതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം. എങ്ങനെ നമുക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താം? അതിനാദ്യം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ധനത്തെ സംബന്ധിച്ചിട്ടുള്ള നമ്മളുടെ ചില തെറ്റിദ്ധാരണകൾ മാറ്റണം എന്നുള്ളതാണ്. നാം പൊതുവെ പണത്തെ സംബന്ധിച്ച് പറയുന്നൊരു ഡയലോഗാണ്, പണം കൊടുത്ത് നമുക്ക് സന്തോഷം വാങ്ങാൻ പറ്റില്ല എന്ന്. നിങ്ങൾക്ക് നല്ല കിടക്ക വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും, നല്ല ബെഡ് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും പണം കൊടുത്ത്. പക്ഷേ നല്ല ഉറക്കം വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് വില കൂടിയ ക്ലോക്കോ വാച്ചോ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് സമയം വാങ്ങാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ നാം പറയും. പക്ഷെ അതൊരു അർത്ഥസത്യം മാത്രമാണ്. പണം നമ്മളുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കും. നമ്മളുടെ 90% പ്രശ്നങ്ങൾ പരിഹരിക്കാനും പണത്തിന് കഴിയും. പണത്തിന്റെ ഏറ്റവും വലിയൊരു ശക്തി അത് നമുക്ക് സുരക്ഷിതത്വം നൽകുമെന്നുള്ളതാണ്. നമ്മളൊരു നല്ല വീട് വെക്കുമ്പോഴും കാർ എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്നത് സുരക്ഷിതത്വമാണ്. മികച്ച ചികിത്സ കിട്ടാനും നമ്മളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും ഒക്കെ നമ്മുടെ കയ്യിൽ പണം ആവശ്യമാണ്. അതേപോലെ തന്നെ നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹം അതേപോലെ അതേ അളവിൽ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മളുടെ കയ്യിൽ പണം ഉണ്ടാകണം. കാരണം നമുക്ക് എല്ലാ മനുഷ്യർക്കും കടമകളുണ്ട്. അച്ഛന് മക്കളോടും, മക്കൾക്ക് അച്ഛനോടും, സഹോദരന് സഹോദരനോടും, സഹോദരിയോടും, ഇല്ലേ, നമുക്ക് ഈ സമൂഹത്തോടും ഒക്കെ കടമകളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം. ഇല്ലെങ്കിൽ നമുക്ക് പറയേണ്ടി വരും, മനസ്സുണ്ടളിയ മാർഗമില്ല. ചെയ്യണമെന്ന് എനിക്കുണ്ട്, പക്ഷേ ചെയ്യാൻ എൻ്റെ കയ്യിൽ പണമില്ല. കേൾക്കുന്ന ആളുകൾ എങ്ങനെ അത് വിശ്വസിക്കും? ചെയ്യാൻ മനസ്സില്ലാത്തവരും പറയുന്നത് പണം ഇല്ല എന്ന് തന്നെയല്ലേ. അപ്പോൾ നമ്മുടെ ഈ പണം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും അത് മറ്റുള്ളവർ മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ശരിയായ രീതിയിൽ പണം സമ്പാദിക്കാൻ ആദ്യം പണത്തെ പറ്റിയിട്ടുള്ള ഈ തെറ്റിദ്ധാരണ മാറ്റുക. പണം ഉണ്ടാക്കുന്നത് തെറ്റല്ല, ശരിയായ മാർഗത്തിൽ നാം പണം സമ്പാദിക്കണം. അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് പണത്തെ പറ്റി നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്ന ശരിയായ മേഖലകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തൂ. അതുകൊണ്ട് ആദ്യം മൈൻഡ് സെറ്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്
ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള യാത്രയിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ധാർമ്മികമായ മേഖലയിലൂടെ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നാം ശ്രദ്ധിക്കണം. അതല്ലാതെ പണം സമ്പാദിക്കുമ്പോഴാണ് ആ പണം നമുക്ക് സന്തോഷം തരാത്തത്. സാധാരണ ആൾക്കാർ പറയാറുണ്ട്, നാണം കെട്ട് പണം ഉണ്ടാക്കിയാൽ ആ നാണക്കേട് പണം മാറ്റുമെന്ന്. അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. ആ നാണക്കേട് പണം മാറ്റിയാലും പൂർണ്ണമായി അത് മാറില്ല, അത് അതിന്റെ കൂടെ തന്നെ ഉണ്ടാകും. കാരണം നിങ്ങൾ ഏത് കാര്യം ചെയ്ത് പണം ഉണ്ടാക്കിയാലും അതിന്റെ ഫലം അനുഭവിക്കുന്ന മനുഷ്യര് അപ്പുറത്തുണ്ട്. നിങ്ങൾ തെറ്റായ മാർഗത്തിലൂടെയാണ് പണം സമ്പാദിക്കുന്നതെങ്കിൽ അത് മറ്റൊരാളുടെ കണ്ണീരായിരിക്കും. ശരിയായ മാർഗത്തിലൂടെയാണ് നിങ്ങൾ പണം സമ്പാദിക്കുന്നതെങ്കിൽ അവിടെ മറ്റൊരാളുടെ ഒരാവശ്യം നിങ്ങൾ പരിഹരിച്ചു കൊടുത്തിട്ടാണ് നിങ്ങൾ പണം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഒരു റെസ്റ്റോറന്റ് ആണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ആളുകൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ മറ്റൊരു മനുഷ്യന്റെ വിശപ്പാണ് നിങ്ങൾ പരിഹരിക്കുന്നത്. നിങ്ങളൊരു കലാകാരനാണെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവര് പണത്തിന് വേണ്ടിയിട്ടാണ് അഭിനയിക്കുന്നതെങ്കിൽ കൂടി അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അവരെ വിനോദം പകരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏത് പ്രവൃത്തിയായാലും ഏത് ജോലിയായാലും ബിസിനസ് ആയാലും നാം ചെയ്യുമ്പോൾ അവിടെ മറ്റൊരു മനുഷ്യന് ഗുണം കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിയായ മാർഗത്തിൽ ധനം സമ്പാദിക്കുക എന്ന് പറയുന്നിടത്ത് ഒരു ഈശ്വരാരാധന കൂടിയുണ്ട്. മറ്റൊരു മനുഷ്യനെ നാം സഹായിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ആ പണം തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം നൽകും. അതുകൊണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയിൽ രണ്ടാമത് നാം ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ധാർമ്മിക ബോധമുള്ള പണം വേണം നാം സമ്പാദിക്കാൻ എന്നുള്ളത്. മൂന്നാമത് നാം ശ്രദ്ധിക്കേണ്ട തിയറി, പണത്തിന് പിന്നാലെ ഓടരുത്. പകരം പണം വർദ്ധിപ്പിക്കുന്ന സ്കില്ലുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം കഴിവ് വർദ്ധിച്ചാൽ തീർച്ചയായിട്ടും പണം നമ്മളെ തേടി വരും. അല്ലാതെ കേവലം എനിക്ക് 1 കോടി രൂപയുടെ സ്വത്ത് വേണം, അല്ലെ 10 കോടി വേണം, 100 കോടി വേണം, അങ്ങനെയൊക്കെയാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ അവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നീട് മുന്നോട്ട് പോകാൻ നമുക്ക് ഊർജം കിട്ടില്ല. അതേസമയം പണം ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു സ്കില്ലാണ് നമ്മൾ വളർത്തിയെടുത്തതെങ്കിൽ, അത് നമ്മുടെ പാഷനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നാം എത്ര കിട്ടിയാലും വീണ്ടും വീണ്ടും അതിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ പണം നമുക്ക് നേടാൻ, ഫൈനാൻഷ്യൽ ഫ്രീഡം നേടാൻ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്കില്ല് നാം വളർത്തിയെടുക്കുക എന്നുള്ളത്. നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ്, ഒരു ഒറ്റ വരുമാന മാർഗത്തിൽ മാത്രം നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ നമുക്ക് ആവശ്യമാണ്. നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു, ആ ബിസിനസ് വിജയമായാൽ തീർച്ചയായും മറ്റൊരു ബിസിനസ് അതിനുശേഷം നമുക്ക് തുടങ്ങാം. ഒരെണ്ണം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരെണ്ണം തുടങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് രണ്ടും വിജയിപ്പിക്കാൻ പറ്റിയില്ലെന്നിരിക്കും. ഒരെണ്ണം വിജയത്തിലേക്ക് അടുത്തു എന്ന് കാണുമ്പോൾ മറ്റൊരെണ്ണം കൂടി സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ബിസിനസ്സിൽ എപ്പോഴും തിരിച്ചടികൾ ഉണ്ടാകാം. ഒന്നിലധികം ബിസിനസ്സിൽ നാം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരിടത്ത് നമുക്ക് തിരിച്ചടി ഉണ്ടായാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കും. ഇതേപോലെ തന്നെ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും നമ്മളെ പലപ്പോഴും ഒരു വ്യക്തി മാത്രമാണ് ഒരു കുടുംബത്തിലെ വരുമാനം കൊണ്ടുവരുന്ന വ്യക്തിയെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ജോലിയിൽ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ തീർച്ചയായും ആ കുടുംബം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. അതുകൊണ്ട് ഒന്നിലധികം വരുമാന സ്രോതസ്, നിങ്ങൾ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ പ്രായപൂർത്തിയായ മറ്റു വ്യക്തികളുണ്ടെങ്കിൽ അവരുകൂടി ഏതെങ്കിലും തരത്തിൽ ചെറുതോ വലുതോ ആയ ഒരു വരുമാനം നേടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുക തന്നെ ചെയ്യും. അഞ്ചാമത് ഏറ്റവും അവസാനമായി നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, പണം സമ്പാദിക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പണം ചെലവഴിക്കുന്നത്. നിങ്ങൾക്കൊരു മാസം 20,000 രൂപ വരുമാനമുണ്ട്. നിങ്ങൾ 15,000 രൂപ ചെലവഴിച്ച് ഒരു 5,000 രൂപ സമ്പാദിക്കുന്ന വ്യക്തിയാണെങ്കിൽ ക്രമേണ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. നേരെ തിരിച്ച് നിങ്ങൾക്ക് മാസം 1 ലക്ഷമോ 2 ലക്ഷമോ വരുമാനമുണ്ട്. 1 ലക്ഷം വരുമാനമുള്ളപ്പോൾ 1,4 ലക്ഷം രൂപ ചെലവാക്കുന്ന, 2 ലക്ഷം വരുമാനമുള്ളപ്പോൾ 2.5 ലക്ഷം രൂപ ചെലവാക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പോകുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കല്ല, പകരം സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കാണ്, കടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വരുമാനം ഉണ്ടാക്കാൻ പഠിക്കുക മാത്രമല്ല, അത് ചെലവഴിക്കുന്നതിലും നമുക്കൊരു കഴിവ് ആവശ്യമാണ്. നമ്മുടെ വരവിനനുസരിച്ച് ചെലവാക്കാൻ കൂടി നാം ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക്, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് പതുക്കെ മുന്നേറാൻ വേണ്ടിയിട്ട് സാധിക്കും. തീർച്ചയായും നമ്മളുടെ ഈ ഭൗതിക ജീവിതത്തിൽ, നമ്മളുടെ ഭൂമിയിലെ ജീവിതത്തിൽ പണത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. അതുകൊണ്ട് പണത്തിന് ആ ഒരു ബഹുമാനം നാം കൊടുക്കുക എന്നുള്ളതാണ് പണം ആർജിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി.